സിക്സ്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററായ അരിതമെറ്റിക് ഓഫ് പാർട്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 60 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സംസ് ബിലോ. അതിൽ ഒന്നാമത്തേത് 5/6 പ്ലസ് 1/3. രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ രണ്ടിനും സെയിം ആക്കണം. അപ്പോൾ ഇത് രണ്ടിനും, അതായത് 6നും 3ക്കും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 6 ആണ്. നോക്കൂ, 3ൻ്റെ മൾട്ടിപ്പിൾ 3, 6, 9 അങ്ങനെ പോകും. 6ൻ്റെ മൾട്ടിപ്പിൾ 6, 12, 18 ഇങ്ങനെ പോകും. നോക്കൂ, രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ 6 അല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിനോമിനേറ്ററും നമുക്ക് 6 ആക്കി മാറ്റണം. ഇവിടെ ഓൾറെഡി 5/6 എന്ന് പറയുമ്പോൾ 6 ആണുള്ളത്. അപ്പോൾ അതിന് 5/6 എന്ന് തന്നെ എഴുതാം. ഇതേ ഈ 3നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ 3 × 2 ഈക്വൽ ടു 5/6 പ്ലസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 3 × 2 6. ദേ ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരും. 7/6. അപ്പോൾ നോക്കൂ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ്ഡ് ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7ൽ 6 ഒരു പ്രാവശ്യം, 1 × 6 6, 7ന് 6 പോയാൽ ബാക്കി 1. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ആൻസർ 1 അല്ലേ കിട്ടിയത്? അത് എഴുതി കൊടുക്കുക. റിമൈൻഡർ 1 ആണ്. ആ 1നെ വീണ്ടും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/6 കിട്ടും. ഇനി ഇതേ നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷണൽ രൂപത്തിലേക്ക് ആക്കിയതിനെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാമല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 7നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 + 1 എന്ന് എഴുതുക. അപ്പോൾ 6 + 1 ഡിവൈഡഡ് ബൈ 6. കാരണം ഇവിടെ താഴെ 6 അല്ലേ ഉള്ളത്. അപ്പോൾ അതിന് ഈക്വലായിട്ട് 6 + 1 എന്ന് എഴുതുക. ഇനി ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് 6/6 പ്ലസ് 1/6 എന്ന് എഴുതാം. 6/6 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1/6. 1 + 1/6നെ 1/6 എന്ന് എഴുതാം. ഇങ്ങനെയും നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷണൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 7/8 പ്ലസ് 1/4. ഇവിടെയും രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അപ്പോൾ 8ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 8 ആണ്. നോക്കൂ, 4ൻ്റെ മൾട്ടിപ്പിൾസ് 4, 8, 12 ഇങ്ങനെ പോകും. 8ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 8, 16, 24 ഇങ്ങനെ പോകും. രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ 8 അല്ലേ? അപ്പോൾ നോക്കൂ, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 8 ആകണം. ഇവിടെ 7/8ൻ്റെ ഡിനോമിനേറ്റർ 8 തന്നെയാണ്. അപ്പോൾ 7/8 എന്ന് എഴുതുക. ഇനി ഈ 4നെ 8 ആക്കണം എന്നുണ്ടെങ്കിൽ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4 ആണ് 8. അപ്പോൾ ദേ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ഡിവൈഡഡ് ബൈ 4 × 2 ഈക്വൽ ടു 7/8 പ്ലസ് 1 × 2 2 വരും. 4 × 2 8ഉം വരും. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയല്ലോ. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 7 + 2 9 വരും. 9/8. ദേ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. നമ്മൾ ചെയ്യേണ്ടത് 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പ്രാവശ്യം പോകും. 1 × 8 8, 9 8 പോയാൽ ബാക്കി 1. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 അല്ലേ? അത് എഴുതി കൊടുക്കുക. റിമൈൻഡർ 1 ആണ്. ആ 1നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/8. ഇനി ഇതിനെ നമ്മൾ ഇതേ സ്പ്ലിറ്റ് ചെയ്ത് രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 9നെ നമ്മൾ എങ്ങനെ എഴുതണം? 8 + 1 എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ 8. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് 8/8 പ്ലസ് 1/8 എന്ന് എഴുതാം. 8/8 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 + 1/8. 1 + 1/8നെ 1/8 എന്ന് എഴുതാലോ. ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 5/6 പ്ലസ് 1/4. രണ്ട് ഫ്രാക്ഷണൽ നമ്പറിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടിനെയും സെയിം ആക്കണം. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അതിന് 6ൻ്റെയും 4ൻ്റെയും ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാ നോക്കുക. നോക്കൂ, 4ൻ്റെ മൾട്ടിപ്പിൾസ് 4, 8,
12 16 ഇങ്ങനെ പോകും. 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 6 12 18 24 ഇങ്ങനെ പോകും. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് 12 ആക്കി മാറ്റണം. അപ്പോൾ 6നെ 12 ആക്കണം എന്നുണ്ടെങ്കിൽ 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ 12 കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്രാക്ഷൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × 2 ഡിവൈഡഡ് ബൈ 6 × 2. ഇനി അടുത്ത ഫ്രാക്ഷന് 4നെ 12 ആക്കണം എന്നുണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 12 ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷൻ്റെ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 3 ഡിവൈഡഡ് ബൈ 4 × 3 ഈക്വൽ ടു 5 × 2 10 വരും, 2 × 6 12 വരും, പ്ലസ് 1 × 3 3 ഡിവൈഡഡ് ബൈ 4 × 3 12 വരും. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഇനി ന്യൂമറേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. 10 + 3 13 ഡിവൈഡഡ് ബൈ 12. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് 13നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13ൽ 12 ഒരു പ്രാവശ്യം, 1 × 12 12 വരും. 13ന് 12 പോയാൽ ബാക്കി 1. നമുക്കിവിടെ കിട്ടിയ ആൻസർ 1 അല്ലേ? അത് എഴുതി കൊടുക്കുക. റിമൈൻഡർ 1 ആണ്. ആ 1നെ വീണ്ടും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/12 കിട്ടും. ഇനി നമ്മളിത് ഇവിടെ ഡിവൈഡ് ചെയ്ത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയതിന് പകരം ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഇവിടെ താഴെ 12 അല്ലേ ഉള്ളത്. അപ്പോൾ 13നെ 12 + 1 എന്ന് എഴുതാം. 12 + 1 ഡിവൈഡഡ് ബൈ 12. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതാം. അപ്പോൾ 12/12 പ്ലസ് 1/12. 12/12 എന്ന് പറഞ്ഞാൽ 1 1 + 1/12. 1 + 1/12നെ 1/12 എന്ന് എഴുതാലോ. ഈ രൂപത്തിലും നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ 5/8 + 3/4. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 8 ആയിരിക്കും. നോക്കൂ, 4ൻ്റെ മൾട്ടിപ്പിൾ 4 8 12 അങ്ങനെ പോകും. 8ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 8 16 ഇങ്ങനെ പോകും. രണ്ടിനും കോമൺ ആയിട്ടുള്ള ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 8 അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 8 ആക്കണം. 5/8ൻ്റെ 8 തന്നെയാണ്. അപ്പോൾ 5/8 എന്ന് എഴുതുക. ഇനി 3/4ൽ ഈ 4നെ 8 ആക്കണം എന്നുണ്ടെങ്കിൽ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2/4 × 2 ഈക്വൽ ടു 5/8 പ്ലസ് 3 × 2 6 വരും, 4 × 2 8 വരും. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 5ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 11 വരും. 11/8. നോക്കൂ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആണല്ലോ. നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അതിന് 11നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പ്രാവശ്യം പോകും. 1 × 8 8. 11ന് 8 പോയാൽ ബാക്കി 3 ഉണ്ടാകും. നമുക്കിവിടെ കിട്ടിയ ആൻസർ 1 അല്ലേ? അത് ആദ്യം എഴുതി കൊടുക്കുക. റിമൈൻഡർ 3 ആണ്. ആ 3നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 3/8 കിട്ടും ആൻസർ. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം? നോക്കൂ, ഇവിടെ താഴെ 8 അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 11നെ 8 + 3 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ 8. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് 8/8 പ്ലസ് 3/8 എന്ന് എഴുതാം. 8/8 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3/8. ഇതിനെ നമുക്ക് 1 3/8 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതേ നമുക്ക് ഇതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി കിട്ടും. ഇനി അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ 2 1/3 പ്ലസ് 3 1/2. ഇതേ രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് 2 + 1/3 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ 3 1/2നെ 3 + 1/2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? ഈ നമ്പർ പാർട്ട് ഉണ്ടല്ലോ, ഹോൾ നമ്പർ പാർട്ട്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 2 ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. 1/3യും 1/2ഉം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 വരും. 5 പ്ലസ് ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് 6 ആയിരിക്കും. നോക്കൂ, 2ൻ്റെ മൾട്ടിപ്പിൾസ് 2 4
6 8 ഇങ്ങനെ പോകും. 3ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 3 6 9 ഇങ്ങനെ പോകും. രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ 6 അല്ലേ? അപ്പോൾ 6 ആക്കി മാറ്റുക. അപ്പോൾ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ 3 × 2 പ്ലസ് ഇനി 1/2 ഈ 2നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 3 ഡിവൈഡഡ് ബൈ 2 × 3 ഈക്വൽ ടു 5 പ്ലസ് 1 × 2 2/3 × 2 6 പ്ലസ് 1 × 3 3 ഡിവൈഡഡ് ബൈ 2 × 3 6 ഈക്വൽ ടു 5 പ്ലസ് ഈ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക. 5 വരും. 5/6. ഇതിനെ നമുക്കിത് 5/6 എന്ന് എഴുതാലോ. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 60, ക്വസ്റ്റ്യൻ നമ്പർ 2. 1 jar contains 1.5 liters of milk and another contains 2.75 liters of milk. How much milk in both the jars together? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 2 ജാർ ഉണ്ട്. ഫസ്റ്റിലുള്ള ഒരു ജാറിനകത്ത് 1/2 ലിറ്റർ, 1.5 എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ മിൽക്കുണ്ട്. രണ്ടാമത്തെ ജാറിനകത്ത് 2.75 എന്നാ പറഞ്ഞത്. അതായത് 2 3/4 ലിറ്റർ മിൽക്കുണ്ട്. രണ്ടിലും കൂടെ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണണം. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ജാറിനകത്തുള്ള മിൽക്ക് 1/2 ലിറ്റർ, സെക്കൻഡ് ജാറിനകത്തുള്ള മിൽക്ക് 2 3/4 ലിറ്റർ. ഇനി നമുക്ക് ടോട്ടൽ മിൽക്കിൻ്റെ അളവാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ മിൽക്ക് ആവുമ്പോൾ അതിൻ്റെ അളവ് നമ്മൾ വോളിയം എന്നാണ് പറയുക. ടോട്ടൽ വോളിയം ഓഫ് ദി മിൽക്ക് ഈക്വൽ ടു ഈ 1/2ഉം 2 3/4ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1/2നെ 1 + 1/2 എന്ന് എഴുതാം. അതേപോലെ 2 3/4നെ 2 + 3/4 എന്ന് എഴുതാം. ഇനി ഇതേ ഈ 2 നമ്പറും കൂടെ ആദ്യം ആഡ് ചെയ്യുക. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. ബാക്കി ഫ്രാക്ഷൻസ് 1/2ഉം 3/4ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 പ്ലസ് ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. രണ്ടും സെയിം ആക്കണം. രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 4 ആയിരിക്കും. നോക്കൂ, 2ൻ്റെ മൾട്ടിപ്പിൾ 2 4 6 8 ഇങ്ങനെ പോകും. 4ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 4 8 12 അങ്ങനെ പോകും. രണ്ടിനും കോമൺ ആയിട്ടുള്ളത് 4 അല്ലേ? അപ്പോൾ ദേ ഈ 2നെ 4 ആക്കണം എന്നുണ്ടെങ്കിൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ഡിവൈഡഡ് ബൈ 2 × 2 പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ 4 തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതിയാൽ മതി. ഈക്വൽ ടു 3 പ്ലസ് 1 × 2 2 വരും. 2 × 2 4 വരും. പ്ലസ് 3/4. ഇപ്പോൾ ഇതേ ഈ 2 ഫ്രാക്ഷണൽ നമ്പറിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 3 + 2 + 3 5 അല്ലേ വരിക? 5/4 വരും. ഇനി നമുക്ക് ഈ 5നെ സ്പ്ലിറ്റ് ആക്കിയിട്ട് 4 + 1 എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3 പ്ലസ് ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ 4/4 പ്ലസ് 1/4 വരും. ഈക്വൽ ടു 3 + 4/4 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/4 വരും. ഇനി 3 + 1 4 ആണ് വരിക. 4 + 1/4 4 + 1/4നെ 4 1/4 എന്ന് എഴുതാലോ. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ മിൽക്കിൻ്റെ അളവ്. 4 1/4 ലിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 60, ക്വസ്റ്റ്യൻ നമ്പർ 3. 2 strings of lengths 1.5 meter are joined end to end. What is the total length? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് 2 സ്ട്രിങ്സ്, രണ്ടിൻ്റെയും ലെങ്ത് 1/2 1.5 എന്നല്ലേ പറഞ്ഞത്. 1/2 മീറ്റർ ലെങ്ത് ഉള്ള 2 സ്ട്രിങ്സ് എൻഡ് ടു എൻഡ് ആയിട്ട് ജോയിൻ ചെയ്തു. അതായത് ഇതിൻ്റെ എൻഡിൽ ഇതിൻ്റെ എൻഡ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടാകും എന്നാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഇത് രണ്ടിൻ്റെയും ലെങ്ത് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്, ടോട്ടൽ
ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈക്വൽ ടു ഈ 1/2ഉം 1/2ഉം കൂടെ ആഡ് ചെയ്യാം. നോക്കൂ, 1/2നെ നമുക്ക് 1+1/2 എന്ന് എഴുതാം. ഇതിനെയും നമുക്ക് 1+1/2 എന്ന് എഴുതാം. ഇനി ഈ 1ഉം ഈ 1ഉം കൂടെ ആദ്യം ആഡ് ചെയ്യാം. അപ്പോൾ 1+1, ബാക്കി ഫ്രാക്ഷൻസ് 1/2ഉം 1/2ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1/2 + 1/2 ഈക്വൽ ടു 1+1 2 വരും, പ്ലസ് ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. 1+1 2 ആണ് വരിക. കോമൺ ഡിനോമിനേറ്റർ 2 അത് ഇട്ട് കൊടുക്കുക. 2 + 2/2 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു 3 മീറ്റർ. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 3 മീറ്റർ ഉണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 60, ക്വസ്റ്റ്യൻ നമ്പർ 4. അഹിരത് bought 1.5 kilograms of beans and 3/4 kilograms of yam. What is the total weight? അഹിരത് 1.5 കിലോഗ്രാം പയറും 3/4 കിലോഗ്രാം ചേനയും വാങ്ങി. ആകെ ഭാരം എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ പയറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? വെയിറ്റ് ഓഫ് ബീൻസ് ഈക്വൽ ടു 1.5 കിലോഗ്രാം. ഇനി ചേനയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് യാം ഈക്വൽ ടു 3/4 കിലോഗ്രാം. ഇനി നമുക്ക് കാണേണ്ടത് ഇത് രണ്ടിനും കൂടെ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഈക്വൽ ടു ഈ 1/2ഉം 3/4ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ദേ 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1+1/2 എന്ന് എഴുതാം, പ്ലസ് 3/4. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ, ചെറിയ കോമൺ മൾട്ടിപ്പിൾ 4 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ 4 ആക്കി മാറ്റണം. അതിന് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ 2 × 2 പ്ലസ് 3/4 ഈക്വൽ ടു 1 + 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 2 4 പ്ലസ് 3/4 ഈക്വൽ ടു 1 പ്ലസ്, ഇവിടെ ഡിനോമിനേറ്റർ രണ്ടിനും സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക, കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. 3 + 2 5 വരും, 5/4. ഇനി ഇതേ ഈ 5നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ 4 അല്ലേ ഉള്ളത്. അപ്പോൾ 5നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 + 1 എന്ന് എഴുതാം. 4 + 1 ഡിവൈഡഡ് ബൈ 4. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതുക. അപ്പോൾ 1 + 4/4 പ്ലസ് 1/4 ഈക്വൽ ടു 1 + 4/4 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/4. അപ്പോൾ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ 2 വരും. 2 + 1/4 കിട്ടും. അതായത് 2 1/4 കിലോഗ്രാം. ഇത്രയും വെയിറ്റ് ആയിരിക്കും ഇത് രണ്ടിനും കൂടെ ഉണ്ടാകുക. പേജ് നമ്പർ 60യിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം.